നമസ്കാരം. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മൾ മറ്റൊരു PSC ക്ലാസ്സിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ക്ലാസ്സുകളെക്കുറിച്ച് നമ്മൾ അറിയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബുക്കും പേനയും എടുത്ത് കയ്യിൽ വെക്കുക. ആ പറയുന്ന വിവരങ്ങൾ കൃത്യമായി നിങ്ങൾ കുറിച്ച ശേഷം അത് റിവൈസ് ചെയ്യുക. അല്ലാതെ കണ്ടിട്ട് അന്നേരം മടക്കി വെച്ചിട്ട് പോയിരുന്നാൽ പിന്നീട് നമ്മുടെ മെമ്മറീസ് ഉണ്ടാവണമെന്നില്ല. കാരണം ഇതിൻ്റെ പുറത്ത് വീണ്ടും വേറെ പല ഡെപ്പോസിറ്റുകൾ വരുന്നു. അപ്പോൾ പഴയ ഡെപ്പോസിറ്റുകൾ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡെപ്പോസിറ്റുകൾ നമ്മൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കുക. ഓക്കെ, സ്റ്റാർട്ട്. ഇതാണ്ട് നമുക്ക് ഒരുപാട് അവകാശങ്ങളൊക്കെ നേടാൻ പറ്റും. അപ്പോൾ ഈ അവകാശങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടമകളൊക്കെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിനകത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അതിനു മുമ്പായിട്ട് അല്ലാതെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? ശ്രദ്ധിക്കുക, എക്കണോമിക്സിന് 2024 നോബൽ പ്രൈസ് മേടിച്ചത് ആരാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. 1 ഫിലിപ്പ് അഗ്യോൺ, 2 ജോയൽ മോഗർ, 3 ഡേവിഡ് ബേക്കർ, 4 സൈമൺ ജോൺസൺ. ഒന്നോട് ശ്രദ്ധിച്ച് നോക്കുക: ഫിലിപ്പ് അഗ്യോൺ, ജോയൽ മോഗർ, ഡേവിഡ് ബേക്കർ, സൈമൺ ജോൺസൺ. സൈമൺ ജോൺസൺ ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഏതാണ്? ഡി ആണ് ഒന്നാമത്തെ ഉത്തരം. ഇതവിടെ നോക്കേ. ഇനി ഉത്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചോദ്യങ്ങൾ പലപ്പോഴും PSCയുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുകളിലെല്ലാം തന്നെ ശരിയേത് തെറ്റേത് എന്നിങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് വരും. അപ്പോൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളതേത് തെറ്റായിട്ടുള്ളതേത്. അപ്പോൾ നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ നമുക്ക് തന്നെ അറിയാൻ വയ്യാത്ത അവസ്ഥയിരിക്കുന്നതാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ ചില കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അതൊഴിവാക്കാൻ കൂടുതൽ പ്രാവശ്യം വായിച്ച് ശരിയായ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നേരത്തെ തന്നെ ഉൾക്കൊള്ളുക. എന്നാൽ മാത്രമേ നമുക്കത് ശരിയേത് തെറ്റേത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അവിടെ നോക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ PSC പരീക്ഷകൾക്കും പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഏതെങ്കിലും 1, 2, 3 ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പഞ്ചവത്സര പദ്ധതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നീതി ആയോഗ് തുടങ്ങിയ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും സയൻസ് വിദ്യാർത്ഥികൾ ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്യില്ല. അപ്പോൾ അതൊഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആകെ 3, 4 ടോപ്പിക്സിൽ മാത്രമേ വരുന്നുള്ളൂ. അതിലെ ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ ആ 3, 4, 5 മാർക്ക് നിങ്ങൾക്ക് എക്സസ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ റാങ്കിൽ മുകളിൽ കുറച്ച് മേളിൽ പോകാൻ പറ്റും. ഇതവിടെ നോക്കാം നമുക്ക് എന്താണെന്ന്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. നമുക്കറിയാം, 1950 പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിക്കുന്നു. 51 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2015 ആയപ്പോഴേക്കും അതിനകത്ത് ചേഞ്ചസ് വരിക. 12 പഞ്ചവത്സര പദ്ധതികൾ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നീതി ആയോഗാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ പദ്ധതികളിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. അപ്പം ഇത് ശരിയാണ് ഒന്നാമത്തത്. 2, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 51 മുതൽ 56 വരെയും, രണ്ടാം പദ്ധതിയുടേത് 56 മുതൽ 61 വരെയും, മൂന്നാം പദ്ധതി 61, 66. എന്നാൽ 4ാം പദ്ധതിയുടെ കാലയളവ് ചോദിച്ചാൽ 69, 74. കാരണം 66, 69 എന്നുള്ള 3 വർഷങ്ങൾക്കിടയിൽ 3 ആനുവൽ പ്ലാൻസ് ആണ് നമുക്ക് വരുന്നത്. 3 വാർഷിക പദ്ധതികളാണ് വരുന്നത്. പലപ്പോഴും 4ാം പദ്ധതിയുടെ ആ കാലയളവ് പലരും തെറ്റിക്കാറുണ്ട്.
കാരണം നമ്മൾ ഒന്നാം പദ്ധതി എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട് 5 വർഷമാണ്. അപ്പോൾ 51 56 രണ്ടാം പദ്ധതി 56 61 മൂന്നാം പദ്ധതി 61 66 നാലാം പദ്ധതി പലരും തെറ്റിക്കും. 66 തുടർന്നില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ മാറ്റങ്ങൾ വന്നപ്പോൾ 66 67 67 68 68 69 ഈ 3 വർഷങ്ങളിലും 3 വാർഷിക പദ്ധതികൾ വന്നിട്ട് 69 74 നാലാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ശരിയായി വന്നു. അതൊക്കെ ഒന്ന് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്, കോമൺ ഒബ്ജക്റ്റീവാണ്. 2 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 51 മുതൽ 56 വരെയാണ്. 3 ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. എന്തോ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ നോക്കേ 1ഉം 2ഉം തണ്ട ബി, ഇത് മാത്രമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം. പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത് 1950-ലും ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951-ലുമാണ്. എന്നാൽ 51 മുതൽ 56 വരെ ഒന്നാം പദ്ധതിയും 56 മുതൽ 61 വരെ രണ്ടാം പദ്ധതിയും മൂന്നാം പദ്ധതി 61 66 നാലാം പദ്ധതി വന്നിരിക്കുന്നത് 69 74 അതിനിടയ്ക്കുള്ള ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആനുവൽ പ്ലാൻസ് ആയിരുന്നു. ഓർമ്മ വേണം. പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. 5 വർഷമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ തുടർച്ചയായിട്ട് ഓർത്തേക്ക് പോരും. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത് നോക്കേ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഇപ്പൊ ഈ നമ്മൾ തന്നിരുന്ന ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ 2026 PSC പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പുത്തൻ സാമ്പത്തിക നയവുമായി ന്യൂ എക്കണോമിക് പോളിസി വരുന്നത് 1990-കളിലാണ്. 91 നരസിംഹറാവു ഗവൺമെന്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നൊക്കെ, ലോക ബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോക ബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ നമ്മൾ അംഗീകരിച്ചു. നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പഴയ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അതായത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുമ്പോൾ 90-കളിൽ ലോകത്തുണ്ടായിരിക്കുന്ന അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ, അത് നമ്മളെയും ബാധിച്ചു. നമ്മളെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഡോളറിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി, നമുക്ക് വിദേശ നാണ്യത്തിൻ്റെ കുറവുണ്ടാവുന്നു. നമ്മൾ ലോക ബാങ്കിനെ സമീപിക്കുന്നു. ആ IMF തരുന്ന പണം തന്നപ്പോൾ അവർ ചില കരാറുകൾ പറഞ്ഞിരുന്നു. ആ കരാറുകൾ പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ വന്നപ്പോൾ ലോക ബാങ്കിൻ്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരിയായ പ്രസ്താവനയാണിത്. 2 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. LPG ഇതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ശരിയാണ്. നമ്മുടെ നാട്ടിൽ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. 3 പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയത്. തെറ്റാണ്.
പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ വ്യാപാരത്തിന് നിയന്ത്രണം ഈ പറഞ്ഞിരിക്കുന്ന 90-കൾ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധിവരെ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നും രണ്ടും ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരിയാണ്. 2, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ചിലപ്പോൾ LPG ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളാണെന്ന് പറയും. അപ്പോൾ LPG എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു? 1ഉം 2ഉം മാത്രമാണ്. നോക്കേ, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ ചില സംരക്ഷിത വിവേചനം നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അത് എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ്? ആർട്ടിക്കിൾ 16(6). അടുത്തത്, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഇവിടെ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തർപ്രദേശും തെലങ്കാനയുമാണ് ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത്. 2 മണ്ഡലങ്ങളാണ്, 2 നിയമസഭ ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും തെലങ്കാനയും. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഈ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു കോഡ് വഴി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി പ്രകാരം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി എവിടെ നോക്കേ, ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്, പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്. അവിടെ വയോജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച് ആണോ, വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്, ഓരോ ജില്ലയിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്, അങ്ങനെ 3 കാര്യങ്ങൾ അവർ തന്നിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ നടന്ന ഒരു PSC ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇവിടെ വയോജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്ന പദ്ധതിയല്ല ഇത്. പകരം വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നതുമായി സംബന്ധിച്ച പദ്ധതിയാണ് എന്ത്? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. അപ്പോൾ രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായിട്ടുള്ള ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. അപ്പോൾ എത്രാമത്തെയാണത്? ബി ആണതിൻ്റെ ആൻസർ. ബി മാത്രം, രണ്ടാമത്തത് മാത്രം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത്? ചില ചോദ്യങ്ങളിൽ ശരിയായവ, ചില ചോദ്യങ്ങളിൽ ശരിയല്ലാത്തത്. അവിടെ നമുക്ക് തിരിഞ്ഞു പോകും. നോക്കെ, 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. 2, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഓക്കെ, സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നമ്മൾ സ്വകാര്യവൽക്കരണത്തിനല്ല കൂടുതൽ പ്രാധാന്യം നൽകിയത്. നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് പാറ്റേൺ അനുസരിച്ച് അത്തരമൊരു നയത്തിന് നമ്മൾ പ്രാധാന്യം നൽകിയില്ല. ഓക്കെ,
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങുക. പൂർണ്ണമായും ശരിയല്ല. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശവും നിർവഹണ ചുമതല എന്നിൽ ഗവൺമെൻറ് പിൻവാങ്ങിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യവൽക്കരണ നയം ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു മിക്സഡ് എക്കണോമിക്കൽ സെറ്റപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. പാർഷ്യലി പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് ഓണർഷിപ്പും പബ്ലിക് ഓണർഷിപ്പും ഉണ്ട്. പൂർണ്ണമായും നമ്മൾ പ്രൈവറ്റ് മേഖലയ്ക്ക് വിട്ടിട്ടില്ല. എന്നാൽ നഷ്ടത്തിലോടുന്ന ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്കൂടെ കൊടുത്തു. അപ്പോൾ അതവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി, ഫുള്ളായിട്ട് പറയുന്നില്ല, സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അപ്പോൾ നോക്കെ ശരിയായവ ഏത് എന്ന് ചോദിച്ചാൽ പണ്ട് സി ആണ്. പക്ഷേ സി എന്ന് പറയുന്നത് അവിടെ നോക്കെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഒന്നണ്ട് 2, 3 മാത്രം, 1, 2 മാത്രം, സി 1, 2, 3, 1, 3 മാത്രം. ഇവിടെ നമുക്ക് വീണ്ടും അന്ന് പുറകോട്ട് പോകേണ്ടി വരും. കാരണം ചോദ്യത്തിനകത്തുള്ള ഓപ്ഷൻസ് ഒന്നുകൂടെ നമുക്ക് നോക്കിക്കളയാം. ബിയും സിയും എവിടെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 2, 3 2, 3 ഇവിടെ ഇതും പ്രകാരമാണെങ്കിൽ ഇതവിടെ നോക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം എല്ലാം ഇല്ല. പാർഷ്യലായിട്ട് പോകുമ്പോൾ കുറച്ചപ്പുറത്തോട്ട് പോകാം. അതിന് ഗവൺമെൻറ് കുറേ ഭാഗത്ത് നമ്മൾ പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിയും സിയുമാണ് ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ഇവിടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ആയിരുന്നു PK തുങ്കൻ കമ്മിറ്റി. തുങ്കൻ അതെ. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്? നമുക്ക് 6 അവകാശങ്ങളാണ്. അത് നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ്. 3 കാരണങ്ങൾ കൊണ്ട് അയാളുടെ പൗരത്വം നഷ്ടപ്പെടാം. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നത് ഏത് വിഷയത്തിലാണ്? കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് സാമൂഹ്യ സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. നേരത്തെ പറഞ്ഞ മൗലികാവകാശങ്ങൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 6 മൗലികാവകാശങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ആ 6 മൗലികാവകാശങ്ങൾ ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് എല്ലാ മൗലികാവകാശങ്ങളും ഓർത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്തിരിക്കും. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അത് നമുക്ക് അവകാശപ്പെട്ടതാണോ എന്ന് നമ്മൾ അറിയണ്ടേ? അല്ലെങ്കിൽ കോടതിയിൽ നമുക്കിത് ചോദ്യം ചെയ്യാം. തുടർന്നൊക്കെ അതൊരു കോഡ് നമ്മൾ പറയാൻ പോവാണ്. മതസ്വാതന്ത്ര്യം ചൂഷണം ചെയ്യപ്പെട്ടാൽ സാംസ്കാരിക സമത്വത്തിനായി കോടതിയിലെത്താം. മതസ്വാതന്ത്ര്യം ചൂഷണം ചെയ്യപ്പെട്ടാൽ സാംസ്കാരിക സമത്വത്തിനായി കോടതിയിലെത്താം. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് തോന്നും മതസ്വാതന്ത്ര്യത്തിന് മാത്രമേ ഉള്ളൂ എന്നല്ല. മതസ്വാതന്ത്ര്യം ചൂഷണം ചെയ്യപ്പെട്ടാൽ സാംസ്കാരിക സമത്വത്തിനായി കോടതിയിലെത്താം എന്ന് ഞാൻ പറഞ്ഞത് ഒരു കോഡാണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒന്നാമത്തെ എന്താന്നൊക്കെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 ചൂഷണത്തിനെതിരായി. നമുക്ക് ചില അവകാശമുണ്ട് ചൂഷണം ചോദ്യം ചെയ്യാം. നോക്കേ, സാംസ്കാരിക സമത്വം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. പിന്നെയോ സമത്വത്തിനുള്ള അവകാശം. താണ്ട് കോടതിയിലൂടെ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇത്രയുമാണ് പ്രധാനപ്പെട്ട അവകാശങ്ങൾ പറയുന്നത്. അപ്പം നോക്കേ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 1, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 2, ചൂഷണത്തിനെതിരായുള്ള അവകാശം 3,
സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, 6ാമത്തെ കോടതിയിലൂടെ മൗലികാവകാശങ്ങൾ നേടാനുള്ള സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ നോക്കേ, ഈ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം പാർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൗലികാവകാശങ്ങൾക്ക് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ്. ആർട്ടിക്കിൾ 14 സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23 ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഒക്കെ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇവിടെ ഈ 3 ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർത്തിരുന്നു. ഒന്ന്, ആർട്ടിക്കിൾ 14 എന്താണ്? 2, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 23. അവിടെ പറഞ്ഞു, ആർട്ടിക്കിൾ 14 എന്നത് മനുഷ്യാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. 2, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഇവിടെ മൗലികാവകാശങ്ങൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ 3-ാം പാർട്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കേ, സ്വത്തവകാശം മൗലികാവകാശമല്ല. നമ്മുടെ നാട്ടിൽ പലരും അച്ഛനും അമ്മയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇത് മൗലികാവകാശങ്ങളുടെ പട്ടികയിലൊന്നും വരുന്നവയല്ല. അവർ ജീവിച്ചിരുന്നു, അവരുണ്ടാക്കി, അവർ നമുക്ക് തരുന്നു, നമ്മൾ എടുക്കുന്നു. ഇവിടെ സ്വത്തവകാശം മൗലികാവകാശമല്ല. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വമാണ് വിഭാവന ചെയ്യുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 22 ഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ പൗരത്വം നമുക്ക് 5 രീതിയിൽ കരസ്ഥമാക്കാം. ഓക്കെ, സ്വത്തവകാശം മൗലികാവകാശമല്ല. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വമാണ് വിഭാവന ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 22 ഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ പൗരത്വം 5 രീതിയിൽ കരസ്ഥമാക്കാം. ഇവിടെ നമ്മൾ പറയുന്നൊക്കെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർട്ടിക്കിൾ 14, 19, 23. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞിരിക്കുന്നത് സമത്വാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23 എന്ന് പറഞ്ഞിരിക്കുന്ന ചൂഷണത്തിനെതിരായ അവകാശമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യമായി ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ മോഡലുള്ള മാറ്റം നമ്മൾ കാണിച്ചു. ആ ചോദ്യങ്ങളുടെ രീതികൾ നമ്മൾ കണ്ടു. ഇത് ഡീപ്പായിട്ട് ഈ കോണ്ടെക്സ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ചോദ്യത്തിനകത്ത് നമ്മളൊരു 8-10 ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ വന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായി, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ഈ വരുന്ന PSC പരീക്ഷയിൽ ജയിക്കുവാൻ കഴിയും, ഉയർന്ന റാങ്ക് നേടുവാൻ കഴിയും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചലഞ്ചർ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.